BLM, Kerala, Tamil Nadu, Pondicherry. കെ.പി. ഗണേഷ് കുമാറിന്റെ പത്തനാപുരത്തെ തോൽവിക്ക് കാരണം അദ്ദേഹത്തിന്റെ നാക്കാണെന്ന് CPM കുന്നിങ്കോട് ഏരിയ കമ്മിറ്റി യോഗത്തിൽ വിമർശനം. തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഗണേഷ് കുമാർ നടത്തിയ പല പ്രസംഗങ്ങളും മാധ്യമങ്ങളോടുള്ള പ്രതികരണങ്ങളും ഒഴിവാക്കേണ്ടതായിരുന്നു. മന്ത്രിയുടെ ഓഫീസ് ജനങ്ങളുടെ ഒരു വിഷയത്തിലും ഇടപെട്ടില്ല. പാർട്ടി നേതാക്കളോട് പോലും പുച്ഛഭാവത്തിലായിരുന്നു ഇടപെടൽ. NSSുമായുള്ള വിഷയം വഷളാക്കിയത് കെ.പി. ഗണേഷ് കുമാർ തന്നെയാണെന്ന് പറയുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിക്കും ഗണേഷ് കുമാർ തന്നെയാണ് ഉത്തരവാദിയെന്നും ആരോപണമുണ്ട്. അതേസമയം പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിയണമെന്നും അംഗങ്ങൾ ആവശ്യപ്പെട്ടു. പിണറായിയുടെ ധാർഷ്ട്യമാണ് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായത്. ചില ഉന്നത ഉദ്യോഗസ്ഥരുടെ തീരുമാനങ്ങൾ നടപ്പാക്കുന്ന PR ഏജൻസി മാത്രമായിരുന്നു മുന്നണിയുടെ ഭരണകാലത്ത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് എന്നും വിമർശനമുയർന്നു. ചർച്ചയിൽ പങ്കെടുത്ത 17 പേരും പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിൽ മാറ്റം വേണമെന്നാണ് ആവശ്യപ്പെട്ടത്. VS അച്യുതാനന്ദനും EK നയനാരും ഒരുമിച്ച് ജയിച്ച കാലത്ത് VS പ്രതിപക്ഷ നേതാവാകുകയും നയനാർ മാറി നിൽക്കുകയും ചെയ്തു. അതേ മാതൃകയിൽ പിണറായിയും മാറി നിൽക്കണം. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെയും രൂക്ഷ വിമർശനമുയർന്നു. ജനങ്ങളെ കേൾക്കാത്ത സെക്രട്ടറിയാണ് പാർട്ടിക്കുള്ളത്. പുതിയ രണ്ടാം നിര നേതൃത്വത്തെ കെട്ടിപ്പടുക്കുന്നതിൽ നേതൃത്വം പരാജയപ്പെട്ടു. G സുധാകരനെതിരെ ചെറ്റ എന്ന് വിളിച്ചത് ഒരു കമ്മ്യൂണിസ്റ്റും പറയാൻ പാടില്ലാത്തതാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മാനാവൂർ നാഗപ്പന്റെ സാന്നിധ്യത്തിലായിരുന്നു യോഗം. പത്തനാപുരം നിയമസഭാ മണ്ഡലത്തിൽ കെ.പി. ഗണേഷ് കുമാറിനെതിരെ UDF സ്ഥാനാർത്ഥി ജ്യോതികുമാർ ചാമക്കാല 8310 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു ജയിച്ചത്. ജ്യോതികുമാർ ചാമക്കാല 68,275 വോട്ടുകളും LDF സ്ഥാനാർത്ഥി കെ.പി. ഗണേഷ് കുമാർ 59,965 വോട്ടുകളും NDA സ്ഥാനാർത്ഥി S അനിൽപിള്ള 7,031 വോട്ടുകളും നേടി. ജനങ്ങൾക്കൊപ്പം ചേർന്ന് നിന്നാൽ ഏത് കൊമ്പനെയും മുട്ടുകുത്തിക്കാമെന്നായിരുന്നു UDF സ്ഥാനാർത്ഥി ജ്യോതികുമാർ ചാമക്കാല അന്ന് പ്രതികരിച്ചത്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.